ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ബിയോണ്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമുക്കൊരു ചിക്കൻ ഡിഷ് ഉണ്ടാക്കിയാലോ? അതും വളരെ സ്പെഷ്യലായത് തന്നെ ആവട്ടെ. ചിക്കൻ തോരനാണ് ഇന്നത്തെ റെസിപ്പി. വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ, പക്ഷേ ടേസ്റ്റ് ആണെങ്കിലോ അതിഗംഭീരം. ഇത് നമുക്ക് ചോറ്, നെയ്ച്ചോറ്, ചപ്പാത്തി എന്നിവയുടെ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. നമുക്ക് ചിക്കൻ തോരൻ റെഡിയാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ചിക്കൻ തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തത്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ്. ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ ഇത്തിരി കൂടി പിന്നെ എല്ലൊന്നും കളയേണ്ട കാര്യമില്ല, എടുത്ത് പെട്ടെന്ന് തന്നെ കഴിക്കാം. ഇതിപ്പോൾ കഴിക്കുമ്പോൾ എല്ലൊക്കെ കളഞ്ഞ് ഒന്ന് കഴിക്കട്ടെ, കുഴപ്പമില്ല. അത് 1/2 കിലോ ആണ് എടുത്തത്. ഇതിന് വേണ്ടുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ. പച്ചക്കറികളിൽ ആദ്യമായിട്ട് 1 കപ്പ് ചെറിയുള്ളി, അത് ചെറുതായി കട്ട് ചെയ്തതാണ്. ഒരു മീഡിയം സൈസിലുള്ള സവാള, അത് നീളത്തിൽ കട്ട് ചെയ്തതാണ്, തിന്നായിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ 1 കപ്പ് ഫ്രഷായി ചിരകിയ തേങ്ങ, പിന്നീട് 1 ഇഞ്ച് നീളത്തിലുള്ള 1 കഷ്ണം ഇഞ്ചിയും 8 വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പേസ്റ്റ് പോലെ ആക്കരുത്, ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നീട് 5 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നീട് കുറച്ച് കറിവേപ്പില. ഇത്രയാണ് പച്ചക്കറികൾ. ഇനി പൗഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൗഡേഴ്സായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ എടുത്താൽ മതി, കാരണം ഇതിന് എരിവ് കുറവാണല്ലോ. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി എരിവ് നല്ല പോലെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ആക്കാം. അതുപോലെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ ആക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്കാണ്. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നീട് വെളിച്ചെണ്ണയും വേണം. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കുക്ക് ചെയ്യാനുള്ള പാൻ നന്നായി ചൂടായി കഴിഞ്ഞു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടാവട്ടെ. ഓയിൽ നന്നായി ചൂടായി. ആദ്യമായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഈ ചെറിയുള്ളി ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് നീങ്ങാൻ പോകുന്ന ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മളൊരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ചേർക്കാം. ഇനി ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു ഗോൾഡൻ കളറിലേക്ക് വരട്ടെ, അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർക്കാം. പിന്നീട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നീട് മുളക് പൊടി ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കാം, ഗരം മസാല പൊടിയും കൂടെ ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം തുറന്നു വെച്ച് തന്നെ ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയട്ടെ. തുറന്നു വെച്ച് ഞാൻ 5 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പച്ചമുളക്, പിന്നീട് കറിവേപ്പില, പിന്നീട് നാളികേരം. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇത് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് നല്ലൊരു ബ്രൗൺ കളറിൽ എത്തുന്നവരെ ഇങ്ങനെ ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത തേങ്ങയൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് കിട്ടണം. അത് ഇതിൻ്റെ കൂടെ കടിക്കുമ്പോഴത്തേക്കും നല്ല രുചിയായിരിക്കും.
അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഇത് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. എന്നിട്ട് തുറന്ന് വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കട്ടെ, നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ. നല്ല ബ്രൗൺ കളറിൽ എത്തിക്കഴിഞ്ഞു, നല്ലപോലെ ക്രിസ്പി ആയി കഴിഞ്ഞു. നമ്മൾ ആഡ് ചെയ്ത തേങ്ങയൊക്കെ നല്ലപോലെ ക്രിസ്പിയായി, ഇതിൻ്റെ കൂടെ ചിക്കൻ പീസസുമായി നല്ലപോലെ കോട്ടായിട്ടുണ്ട്. അത്രയും മതി. ഇനിയും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയായ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഒരു മെയിൻ അട്രാക്ഷനാണ് പോലും. ഇത് ചോദിച്ചാണ് അത്ര 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആൾക്കാർ പോണത്. അത്രയും ടേസ്റ്റാണ്, അത്രയും ഫേമസ് ആണിത്. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാം. മറ്റുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്ന അത്രയൊന്നും വിഷമം എനിക്ക് ഇതിന് തോന്നിയിട്ടേ ഇല്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ തേങ്ങ നല്ല പോലെ ആ മസാലേൻ്റെ കൂടെ മുരിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും ചിക്കനും ആ തേങ്ങയും കൂടെ കടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അതിന് വേറൊരു രുചി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും നട്ടുദോശേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നീട് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യാനും, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല നാടൻ ഡിഷസൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.